സത്യാവസ്ഥ എന്തെന്നാൽ നിലവിൽ അവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 3 കുട്ടികൾ വന്ന ചാനൽ കൃത്യമായിട്ട് അതിന്റെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ SMC സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ അവിടുത്തെ PT അംഗങ്ങളും മറ്റ് അധ്യാപകരിൽ പെടുന്ന ചില ആൾക്കാരും ചേർന്നിട്ട് ഇത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ സ്കൂളിൽ ഇടിഞ്ഞു വീണു എന്നറിഞ്ഞ് വിവരം അറിഞ്ഞ് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ SMCയുടെ കമ്മിറ്റി അംഗങ്ങളും കുറച്ച് അധ്യാപകരും ചേർന്ന് ആ ഓട് മാറ്റി വെക്കുക. നമ്മൾ അതിൽ ഇടപെട്ടപ്പോൾ നമ്മളോട് അവർ പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഇടപെടരുത്, ചെറിയ വിഷയമാണ്, ഇത് പരിഹരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ബാക്കി മുഴുവൻ ആൾക്കാരെയും ഈ ചാനലുകളെ ഒക്കെ അവിടെ വിളിച്ചു വരുത്തിയത്. നിലവിൽ എല്ലാവരും HMന്റെ തലയിൽ അത് കെട്ടിവെച്ചിട്ട് ഊരിപ്പോകാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. HM അതിൽ പൂർണ്ണമായിട്ടും HM അതിൽ ഉത്തരവാദിയാണ്. പക്ഷെ എന്നിരുന്നാലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കെട്ടിടത്തിൽ ഇത്രയും പഴക്കം ചെന്ന കെട്ടിടം, പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന കെട്ടിടത്തിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ടൈലൊക്കെ ഇട്ട് അത് വീണ്ടും നവീകരിച്ചിരിക്കുന്നത്. അതൊരു അഴിമതിയുടെ മറ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോ ഇത് ക്ലാസ് ഇല്ലാതിരുന്നൊരു ദിവസമായതുകൊണ്ട് മാത്രമാണ് ഇതൊരു അപകടത്തിൽ നിന്ന് നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വന്ന അതേ അവസ്ഥ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇന്ന് അവിടെ ഉണ്ടായാലേ. അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് HM മാത്രമല്ല, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ട്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ വാർഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം പ്രവർത്തിച്ചാൽ ആ കെട്ടിടത്തിന് പ്രവർത്തനാനുമതി കൊടുക്കുന്നതും ഒരു പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോ ആ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്കൂളിനെ വിലക്കേണ്ട ഉത്തരവാദിത്തം ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ലെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇപ്പം നിലവിലൊരു കാര്യം, അതായത് തൊട്ടപ്പുറത്താണ് 3 വർഷത്തോളം പണി നടക്കുന്ന പണിതീരാത്ത ഒരു സ്കൂൾ കെട്ടിടം. അതും ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള അങ്ങനത്തെ ഒരു കെട്ടിടമാണ്. കറണ്ട് ഇല്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് കൃത്യമായിട്ട് അവിടെ കറണ്ടിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിച്ചില്ല? 3 വർഷമായി എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളൊന്ന് അവിടെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അതിനൊരു വലിയൊരു കൗതുകം എന്താന്നാൽ, സാധാരണ കെട്ടിടങ്ങൾ പണിയുമ്പോൾ വൈദ്യുതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അതിന്റെ കല്ല് പണിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ മുഴുവൻ പണിയും കഴിഞ്ഞ് തേച്ചതിന് ശേഷമാണ്, പെയിന്റ് അടിച്ചതിന് ശേഷമാണ് അവിടെ ഇലക്ട്രിസിറ്റിയുടെ പ്രാഥമിക കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനകത്തിൽ വലിയ അഴിമതിയുണ്ട്. അപ്പൊ ആ കറണ്ട് ഇല്ല എന്ന കാരണം കൊണ്ടാണ്. കറണ്ട് നമുക്കറിയാം, ഒരു കെട്ടിടം നമ്മൾ പണിയുന്ന സമയത്ത് കട്ട കെട്ടി കഴിയുമ്പോഴാണ് കറണ്ടിന്റെ ലൈനുകളൊക്കെ വലിക്കുന്നത്, അല്ലാതെ മുഴുവൻ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് പെയിന്റിംഗ് കഴിഞ്ഞതിന് ശേഷമല്ല. പക്ഷെ ആ കെട്ടിടത്തിൽ നമുക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ മുഴുവൻ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ കറണ്ടിനുള്ള വ്യവസ്ഥകൾ അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ വലിയൊരു അഴിമതിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് രാവിലത്തെ ഭക്ഷണം ഇതുവരെ കഴിഞ്ഞ ഒരാഴ്ച കാലം വരെ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അത് BJP ഇടപെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ ആഴ്ച തൊട്ട് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പോലും കൊടുത്തു തുടങ്ങിയത്. വലിയ അഴിമതിയാണ് ആ സ്കൂളിനെ സംബന്ധിച്ച് നടക്കുന്നത്, വലിയ അഴിമതിയാണ് ആ പഞ്ചായത്തിൽ നടക്കുന്നത്. അതിന് ഉദാഹരണമാണ് ആ കെട്ടിടം അതിനൊരു സ്മാരകമായിട്ട് 3 വർഷക്കാലമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.